പുതുവർഷം ആഘോഷമാക്കി ഇടുക്കി മൂന്നാറും സ്വദേശികളും വിദേശികളുമായ വിനോദസഞ്ചാരികൾക്കൊപ്പം നാട്ടുകാരും ആഘോഷ ലഹരിയിലായി. തോട്ടം മേഖലയിലെ പുതുവർഷാഘോഷം മറ്റിടങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. മൂന്നാറിന്റെ പാതയോരങ്ങൾ പഴങ്ങളും പൂക്കളും വിൽക്കുന്നവരെ കൊണ്ട് നിറയും. തമിഴ്നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവരും കച്ചവടത്തിനെത്താറുണ്ട്. വിവിധതര പഴവർഗ്ഗങ്ങളും പൂക്കളും ഇവിടുത്തെ ആഘോഷങ്ങൾക്ക് ഒഴിച്ചുകൂടാനാത്തവയാണ്. പുതുവത്സര ദിനത്തിൽ ആപ്പിൾ, ഓറഞ്ച്, ചെറുനാരങ്ങ, മുന്തിരി തുടങ്ങിയ പഴവർഗ്ഗങ്ങളും പൂമാലകളുമായി തൊഴിലാളികൾ മാനേജർമാരുടെ വീടുകളിലെത്തും. പഴങ്ങൾ സമ്മാനമായി നൽകിയതിനു ശേഷം കഴുത്തിൽ പൂമാല ചാർത്തും. ഇതിനുശേഷം മാനേജർമാരിൽ നിന്ന് കൈനീട്ടം വാങ്ങും. ഇതിനുശേഷം തേയിലത്തോട്ടത്തിലെത്തുന്ന തൊഴിലാളികൾ അല്പനേരം കൊളുന്തെടുക്കും. ഈ സമയത്ത് തോട്ടത്തിലെത്തുന്ന കമ്പനി മാനേജർമാരെയും ഉന്നത ഉദ്യോഗസ്ഥരെയും യൂണിയൻ നേതാക്കളുടെയും തൊഴിലാളികളുടെ നേതൃത്വത്തിൽ മാലയിട്ട് സ്വീകരിക്കും. പിന്നീട് വീട്ടിലെത്തിയാണ് വിഭവസമൃദ്ധമായ സദ്യയോടൊപ്പം തൊഴിലാളികൾ പുതുവർഷം ആഘോഷിക്കുന്നത്. அங்காணிமாறு காலத்திலிருந்து இந்த நட்பு நீடிப்பதற்காக அவங்க ஃப்ரூட்ஸ் வகைகள்லாம் வச்சு எல்லா பழவர்க்கமும் கொடுத்து எலுமிச்சம்பழம் ஊற்றி மேனேஜர்ஸ் எல்லாரும் ரைட்ரு கணக்கப்புள்ள பெரிய பெரிய அதிகாரிமார் அன்னையில தொட்டு 1947 இது பரம்பரை நடந்துட்டு தான் இருக்குது. இது எப்பவுமே நடக்கிற தொழில் தான். அதே மாதிரி இந்த வருஷமும் அதை முயற்சியாக செஞ்சு கொண்டு இருக்கின்றார்கள். இப்பவும் செய்கிறாங்க. ബ്രിട്ടീഷ് ഭരണകാലം മുതൽ തുടരുന്ന ചടങ്ങാണിത്. കോവിഡ് കാലത്ത് മാത്രമാണ് ഇതിന് മുടക്കമുണ്ടായത്. വീടുകളിൽ മാതാപിതാക്കൾക്കും മുതിർന്നവർക്കും ചെറുനാരങ്ങയും പഴങ്ങളും നൽകി അനുഗ്രഹം വാങ്ങുന്നതും തോട്ടമേഖലയിൽ പതിവാണ്. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.